നിങ്ങളെല്ലാവരും സൈനിക ട്രക്കിൻ്റെയോ പെട്രോളിംഗ് ജിപ്സിയുടെയോ ജനറൽ, അഡ്മിറൽ, എയർ ചീഫ് മാർഷൽ എന്നിവരുടെ അലങ്കരിച്ച വാഹന വ്യൂഹത്തെയോ ഒക്കെ കണ്ടിട്ടുണ്ടാകണം. സ്വകാര്യ വാഹനവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്പർ പ്ലേറ്റിലെ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണങ്ങൾ എന്താണെന്നും അതിനു പിന്നിലെ അർത്ഥം എന്താണെന്നും എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ഒരു കാരണം, പ്രതിരോധത്തിനായി അനുവദിച്ചിട്ടുള്ള വാഹനങ്ങളിൽ നിന്ന് പൊതു സ്വകാര്യ വാഹനങ്ങളെ വേർതിരിച്ചറിയുക എന്നതാണ്. ഈ വാഹനങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ്. അതിനാൽ പ്രത്യേക പെർമിറ്റുകളോ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഗതാഗതത്തിനുള്ള ഔപചാരികതകളോ ആവശ്യമില്ല. കൂടാതെ പല മോട്ടോർ വാഹന നിയമങ്ങളും ഈ വാഹനങ്ങൾക്ക് ബാധകമല്ല. ആദ്യം കാണുന്ന മുകളിലേക്ക് ചൂണ്ടുന്ന ഒരു അമ്പടയാളം ഉപയോഗിച്ചാണ് പ്ലേറ്റ് നമ്പർ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാർ ഈ രീതി ഉപയോഗിച്ചിരുന്നു. കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സർക്കാരും ഈ ഫോർമാറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്പർ തലകീഴായും തെറ്റായും വായിക്കുന്നത് ഇത് തടയുന്നു. ബ്രോഡ് ആരോയ്ക്ക് ശേഷം വരുന്ന രണ്ടക്കങ്ങൾ അതാത് വാഹനത്തിൻ്റെ നിർമ്മാണ തീയതിയോ ഇൻഡക്ഷൻ തീയതിയോ ആണ്. ഉദാഹരണം 08 എന്നത് വർഷം 2008 ഉദ്ദേശിക്കുന്നത്. അടുത്ത അക്ഷരമാല വാഹനത്തിൻ്റെ തരം, സാധാരണയായി പറയുന്ന വാഹനത്തിൻ്റെ ക്ലാസിനെ സൂചിപ്പിക്കുന്നു. എ ഇരുചക്ര വാഹനം, ബി ആണെങ്കിൽ കാറുകളും ജീപ്പുകളും, സി ആണെങ്കിൽ ലൈറ്റ് മോട്ടോർ വാഹനം, അതാണെങ്കിൽ 1 അല്ലെങ്കിൽ 2.5 ടൺ വരെ ഭാരമുള്ളത്, ഡി ലോറി ട്രക്കുകൾ 3 മുതൽ 5 ടൺ വരെ ഭാരമുള്ളത്, ഇ ആണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ട്രക്കുകൾ, ക്രെയിനുകൾ മുതലായവ, എക്സ് ആണെങ്കിലോ ആർമർ വാഹനങ്ങൾ. അടുത്തതാണ് വാഹനത്തിൻ്റെ യഥാർത്ഥ സീരിയൽ നമ്പർ. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണെങ്കിൽ 177116 അതാണ് വാഹനത്തിൻ്റെ യഥാർത്ഥ സീരിയൽ നമ്പർ. അവസാനത്തെ അക്ഷരമാല അത് ചെക്ക് കോഡാണ്. അതാണ് ഇതിനകത്തുള്ള ഈ പി. അതിങ്ങനെ മാറി മാറി ഓരോ അക്ഷരങ്ങൾ വരാം. ഇനി നമ്പർ പ്ലേറ്റിന് മുകളിലുള്ള തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് കേണലുകൾക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക്, അതായത് ബ്രിഗേഡിയർമാർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് നക്ഷത്രങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. ഓഫീസർ യൂണിഫോമിൽ കാറിലില്ലെങ്കിൽ ഒരാൾക്ക് നക്ഷത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ, അഡ്മിറൽ, എയർ ചീഫ് മാർഷൽ എന്നിവരുടെ പതാകകളിൽ 4 നക്ഷത്രങ്ങളും ദീർഘചതുരാകൃതിയിലുള്ള ത്രിവർണ്ണ പതാകയും ഉണ്ടാകും. കൂടാതെ കരസേന, നാവികസേന, വ്യോമസേന എന്താണോ അത് മേഖലകളെ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും. അതിൽ രണ്ടാമത്തെ ഉയർന്ന റാങ്കിലുള്ള ലഫ്റ്റനൻ്റ് ജനറൽ, വൈസ് അഡ്മിറൽ, എയർ മാർഷൽ എന്നിവരുടെ വാഹനങ്ങളിൽ 3 നക്ഷത്രങ്ങളും പൂർണ്ണ ചതുരാകൃതിയിലുള്ള പതാകയും ഉണ്ടാകും. മേജർ ജനറൽ, റിയർ അഡ്മിറൽ, എയർ വൈസ് മാർഷൽ എന്നിവരുടെ വാഹനങ്ങളിൽ 2 നക്ഷത്രങ്ങളും ഇരട്ട മുനയുള്ള പതാകയുമുണ്ട്. തുടർന്ന് ബ്രിഗേഡിയർ, എയർ കൊമോഡോർ എന്നിവരുടെ വാഹനങ്ങളിൽ 1 നക്ഷത്രവും ത്രികോണാകൃതിയിലുള്ള പതാകകളും ഉണ്ട്. പ്ലേറ്റുകളുടെ നമ്പർ സാധാരണയായി കറുപ്പ് അല്ലെങ്കിൽ പച്ച ബാക്ക്ഗ്രൗണ്ടിലാണ്. അതേസമയം ആർമിക്ക് നക്ഷത്രങ്ങൾ ചുവപ്പിലും, എയർഫോഴ്സിന് ആകാശ നീലയിലും, നേവിക്ക് നേവി നീലയിലുമായിരിക്കും.